ജില്ലാ കലോത്സവമാണ് ഇവിടെ പയ്യന്നൂര് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വേദി 5-ൽ പരിചമുട്ടാണ് ഇത് സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്നത്. പരിചമുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കളിച്ചു വരുന്ന ഒരു ആയോധന കലയാണ് പരിചമുട്ട്. അപ്പോൾ പരിചമുട്ട് കളിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങി അതിന്റെ ഒരു ചൂടോടെ നിൽക്കുന്ന കുട്ടികളും അധ്യാപകനും കൂടെയുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ പരിചമുട്ടിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അവരോട് തന്നെ ചോദിച്ചറിയുന്നതാണ് നല്ലത്. ഹലോ, നമസ്കാരം സാർ. അപ്പോൾ സാറിന്റെ പേരെന്താ? എന്റെ പേര് ജോബി നവരസ. ജോബി. ദികേഷ് ചേട്ടാ, ഇവിടെ നമ്മുടെ ഈ പരിചമുട്ട് ഇങ്ങനെ നടക്കുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിൽ പോലും തുടങ്ങിയിട്ടുണ്ട്, നല്ല ആരവമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മാഷിനോട് ചോദിക്കാം അല്ലെ? അതിന് മുൻപ് നമുക്ക് ഇവരെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. മോന്റെ പേര് പറഞ്ഞു. കൗശിക്, അനിക്, നിഹൽ, സായി കൃഷ്ണ, ഗോകുൽ നന്ദി. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഇത് പെരളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. പെരളശ്ശേരിയാണ്. എനിക്ക് ഈ വർഷം കിട്ടിയ പുതിയ കുട്ടികളാണ്. അവരുടെ മാക്സിമം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ശിഷ്യർ തന്നെയാണ്. അവർ പിന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വർഷം മുമ്പ് കളിച്ച കുട്ടികളാണ്. മൊത്തത്തിൽ നല്ല മത്സരമുള്ള കണ്ണൂർ ജില്ലാ വേദിയാണ്. പിന്നെ താമസിക്കും കുട്ടികൾ അതിരാവിലെ ഇവിടെ എത്തി. 2-3 മണിക്കൂർ എന്ന് പറയുമ്പോൾ കുട്ടികൾ 6 മണി 7 മണി ആയപ്പോൾ ഇവിടെ എത്തി 9:30 മണിക്ക് റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ടൈം വളരെ ലേറ്റായി, 12:30 മണിയായി. 12:15 കൂടിയിട്ടാണ് മത്സരങ്ങൾ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞു? ലേറ്റ് ആയതിന്റെ പ്രാഥമിക കാരണം അറിയില്ല, അത് സംഘാടക സമിതിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, എല്ലാ ടീമുകളും ഇവിടെ റെഡിയായിരുന്നു. മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് അവർ പറഞ്ഞ സമയം തന്നെ ക്രമീകരിച്ച് മത്സരം തീരേണ്ട രീതിയിൽ തന്നെ എല്ലാവരും റെഡിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ള സംഘാടക സമിതിക്ക് മാത്രമേ അറിയാവുന്ന കാര്യമാണ്. ചാന്ദിനി സാറല്ലേ, എന്തായാലും പരിപാടി വളരെ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മറ്റു വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാർ, അപ്പോ സാറിന്റെ എത്ര ടീം ഇവിടെ വന്നിട്ടുണ്ട്? എത്ര വർഷകാലമായി ഇവിടെ ഈ ഒരു പരിപാടി പരിചമുട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എത്ര നാളെ? ഞാൻ 21 വർഷമായിട്ട് പരിചമുട്ടുകളി പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ചവിട്ടുനാടകം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മേക്കന്മാരാണ്, കോസ്റ്റ്യൂമറാണ്, അങ്ങനെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ സാധാരണ രീതിയിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വരാറുണ്ട്. പക്ഷേ ഈ തവണ നമുക്കിവിടെ ഹൈസ്കൂളിന്റെ 2 മത്സരങ്ങളാണ് വന്നിരിക്കുന്നത്. 2 സബ് ജില്ലകളിൽ നിന്ന് വന്ന നമ്മുടെ പുതിയ കുട്ടികളാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു അവർ വേദിയിൽ. ആദ്യ ടീം മത്സരിച്ചു, രണ്ടാമത്തെ ടീം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇന്റർവ്യൂ തന്നെ മുമ്പേ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് 21 വർഷത്തോളമായി ഈ മേഖലയിലുണ്ട്. അതെ, ഈ പരിചമുട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഈ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ വ്യത്യസ്തമായ പാട്ടുണ്ടോ പരിചമുട്ടിൽ? അത് ശരിക്കും പറഞ്ഞാൽ പരിചമുട്ടുകളി ക്രൈസ്തവരുടെ കലാരൂപമാണ്. ക്രൈസ്തവ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ആയോധന കലയുമായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ സമുദായത്തിനിടയിൽ നിലനിന്നിരുന്ന ഒരു ആയോധന കലാരൂപമാണ് പരിചമുട്ടുകളി. അപ്പം ചവിട്ടുനാടകവും അതെ, മാർഗംകളി, അങ്ങനെയുള്ള കലാരൂപങ്ങൾ ക്രൈസ്തവര്. പക്ഷേ ചവിട്ടുനാടകവും മാർഗംകളി എല്ലാം മതേതര കേരളമായതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലും കൂടെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ കളരിയുടെ മുറകളൊക്കെ വരുന്നുണ്ട്, കേരളമല്ലേ, അപ്പം കളരിയുടെ മുറകളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ കുട്ടികളെ എന്താ പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ചാടി മറിഞ്ഞ് അത് കണ്ടാൽ മറ്റൊരു കലാരൂപത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത എല്ലാ അഭ്യാസ മുറകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിചമുട്ടുകളി. നമുക്ക് പരിചമുട്ടുകളിൽ 8 പേരാണ് ഉണ്ടാവുക. അപ്പൊ 6 പേര് കളിക്കാരായും 2 പേര് പാടാനുമായിട്ടാണ് ഉണ്ടാവുക. അതെ, പരിചയം വാളും. ശരിക്കും ഡെമ്മി അല്ല, ഒറിജിനലും അല്ല, അതിൻ്റെ ഇടയിലുള്ള സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ വളരെ മനോഹരമാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ ഒന്നിനും വിടാത്ത പാരന്റ്സ് ആണ്. പഠിപ്പാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പരിചയമുട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇവരുടെ പേരൻസിന്റെ? അത് പേരൻസിനെക്കാട്ടി കൂടുതൽ അതിന് പറയേണ്ടത് അധ്യാപകരാണ്. ഓരോ സ്കൂളിലെ അധ്യാപകരാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഓരോ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് രക്ഷിതാക്കളുടെ പെർമിഷൻ വാങ്ങി അവരാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അവർ ഹാർഡ് വർക്ക് ചെയ്തൊരു ടീം സെറ്റാക്കുകയാണ്. അപ്പം വേദിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പേരൻസ് അത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്നു. വേദിയിൽ എത്തുന്നിടം വരെ അവർ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല ഫാമിലീസ് ആണല്ലോ. പക്ഷേ വേദിയിൽ എത്തുമ്പോഴത്തേക്ക് ഇതിന്റെ പുറകിൽ ഒട്ടനവധി ഓരോ സ്കൂളിലെ അധ്യാപകരാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഈ നിലയിലെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പഠനം മാത്രമല്ല, കലയും എന്താ പറയുക കുട്ടികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിലൂടെ അവർക്ക് ഇപ്പം എനിക്ക് എൻ്റെ മക്കളൊക്കെ ഉണ്ട്, ഓരോ ഡാൻസറൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ ഉൾപ്പെടുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഡെവലപ്മെന്റ്സ് ഒരു രക്ഷിതാക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കും. അപ്പോ നിങ്ങളിപ്പോ സ്റ്റേജിൽ നിന്ന് കളിച്ചിറങ്ങിയില്ലേ, അവിടുന്ന് പ്രാക്ടീസ് ചെയ്തപ്പോ ആദ്യത്തെ തവണയാണല്ലോ മത്സരിക്കുന്നത് അല്ലേ? ആദ്യത്തെ തവണയല്ലേ മത്സരിക്കുന്നത്? എത്രയിലാണ് പഠിക്കുന്നത് എല്ലാവരും? 8-ലാണല്ലേ? അപ്പൊ ഹൈസ്കൂൾ വിഭാഗം പരിചമുട്ട് ഇപ്പോ കളിച്ചിറങ്ങി. എന്ത് തോന്നുന്നു, കിട്ടുമോ? നമ്മളെ ജില്ലയിൽ ഫസ്റ്റ് അടിക്കുവോ?
ആ ഒരു കോൺഫിഡൻസിലല്ലേ കളിച്ചേ? കിട്ടുന്നില്ലൊരു കോൺഫിഡൻസ് ഇല്ലേ? അപ്പൊ ഇവരൊക്കെയും കിട്ടുന്നില്ലൊരു കോൺഫിഡൻസിൽ തന്നെയാണ്. ആശാനിയാണ് ഒരു 2 ടീം വന്നതുകൊണ്ട് ആര് നേടും എന്നതിലല്ലേ, ആര് നേടിയാലും സന്തോഷം. തീർച്ചയായും ആര് നേടിയാലും എന്റെ ടീമിന് പ്രൈസ് കിട്ടണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. അതുമാത്രമല്ല 2 പേർക്കും ഫസ്റ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. 2 പേർക്കും സംസ്ഥാനത്ത് മത്സരിക്കാമല്ലോ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ കളി പരിചയമുട്ട് കളി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അല്ലെ ചാന്ദിനി? അതുപോലെ തന്നെ പയ്യന്നൂരിലെ നെറ്റ്വർക്ക് ചാനൽ വഴി നിങ്ങളുടെ ഈ പരിചയമുട്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചാന്ദിനി പറയാം. നമ്മളിപ്പോ പരിചയമുട്ട് എന്ന് പറയുന്നത് കൂടുതലും ആളുകൾ കണ്ടുപരിചയമില്ലാത്ത ഒരു കലയാണ്. ഈ കലോത്സവ വേദിയിൽ വന്നതിൽ പിന്നെയാണ് അതൊരു ആളുകളിലേക്ക് ചെന്ന് എത്തുന്നത്. യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ കലയാണെങ്കിൽ പോലും അത്തരത്തിലൊരു പ്രചാരം കിട്ടിയിട്ടില്ല പരിചയമുട്ട് എന്നതിന്. പൂർണ്ണമായും ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും പരിചയമുട്ട് എന്ന കലാരൂപം ഈ കലോത്സവത്തിൽ വന്നുള്ള ഒരു പരിചയമായിരിക്കണം കൂടുതലും. അപ്പോൾ ഈ ഒരു കലോത്സവത്തിൽ ഇത്തരം കലകളൊക്കെയും കൊണ്ടുവന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ കലോത്സവ നഗരിയിൽ കലോത്സവങ്ങളുടെ മത്സരങ്ങളൊക്കെയും നടക്കുന്നുണ്ട്. മത്സരങ്ങളൊക്കെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്യാമറ പേഴ്സൺ അഗ്നിവേശിനൊപ്പം ചാന്ദിനി, നികേഷ് താവം.